സ്നൂസ് ബട്ടൺ അമർത്തുമ്പോൾ മടിയൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. സമൂഹം പലപ്പോഴും രാത്രി ഉണർന്നിരിക്കുന്നവരെ ഉത്തരവാദിത്വമില്ലാത്തവരായി കാണാറുണ്ട്. പക്ഷേ ആ ധാരണ ശരിയാണോ? ഇതിന്റെ ഉത്തരം നമ്മുടെ ലൈഫ് സ്റ്റൈലിലല്ല, ബയോളജിയിലും സൈക്കോളജിയിലുമാണ്. അതെ, നമ്മുടെ ബോഡി ക്ലോക്കിൽ തന്നെ. ഇതിനെയാണ് ക്രോണോടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു വാനമ്പാടിയാണോ അതോ മൂങ്ങയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. വാനമ്പാടികൾക്ക് രാവിലെയാണ് എനർജി, എന്നാൽ മൂങ്ങകൾ രാത്രിയിലാണ് കൂടുതൽ ഉഷാറാവുന്നത്. ഇതൊരു അടിസ്ഥാനപരമായ ബയോളജിക്കൽ വ്യത്യാസമാണ്. ഇതത്ര അപൂർവമൊന്നുമല്ല. ഏകദേശം 15% പേർ വീതം ഈ രണ്ട് ഗ്രൂപ്പിലും, ബാക്കിയുള്ള ഭൂരിഭാഗം പേർ ഇതിനിടയിലുമാണ്. നിങ്ങളുടെ ക്രോണോടൈപ്പ് പാരമ്പര്യമായി കിട്ടുന്നതാണ്. ഈ വ്യത്യാസത്തിന് കാരണം പകുതിയോളം നമ്മുടെ ജീനുകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബോഡി ക്ലോക്ക് നിങ്ങളുടെ വ്യക്തിത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതാണ്. പഠനങ്ങൾ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് കൂടുതൽ മനസാക്ഷിയും വൈകാരിക സ്ഥിരതയുമുണ്ടെന്നാണ്. നേരെ മറിച്ച് രാത്രി ഉണർന്നിരിക്കുന്നവർക്ക് മനസാക്ഷിക്കുറവും സാഹസികതയോട് കൂടുതൽ താൽപ്പര്യവും കാണിക്കുന്നു. നൈറ്റ് അവേഴ്സ് എന്തുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കുന്നു എന്നതിന്റെ ഒരു സൈക്കോളജിക്കൽ കാരണം ഇതാണ്. പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഈ ശീലം മാറും. കൗമാരത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂങ്ങകളായി മാറുന്നത്. സമൂഹത്തിന്റെ 9 to 5 ഷെഡ്യൂളുമായി നമ്മുടെ ബോഡി ക്ലോക്ക് ചേരാതെ വരുമ്പോഴാണ് പ്രശ്നം. ഇതാണ് സോഷ്യൽ ജെറ്റ് ലാഗ്. ഈയൊരു ചേർച്ചയില്ലായ്മ വെറും ക്ഷീണമല്ല, ഇത് പല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. പരിണാമപരമായി നോക്കിയാൽ ഒരു ഗ്രൂപ്പിന് 24 മണിക്കൂറും സംരക്ഷണം ഉറപ്പാക്കാൻ ഇത് സഹായിച്ചിരുന്നു. ഇത് നമ്മളെ ഒരു ചോദ്യത്തിലെത്തിക്കുന്നു. നമ്മുടെ ബയോളജിക്കനുസരിച്ച് ഷെഡ്യൂളുകൾ മാറ്റി എഴുതേണ്ട സമയമായില്ലേ?